ഉണ്ടായിരുന്നു. റൈറ്റിലേക്ക് എടുത്ത്, റൈറ്റ് സൈഡിലേക്ക് എടുത്ത് മതി. നേരെ ആക്കിക്കേ, നേരെ ആവട്ടെ, അത് നിർത്തിക്കേ. അപ്പൊ ഇതേ തട്ടാതെ പോകാൻ പറ്റുമോ എന്നുള്ളതല്ലേ സംശയം അല്ലേ? ഉറപ്പല്ലേ? മുന്നില് ഇനി പോവാൻ പറ്റുമെന്ന് തോന്നണ്ട. അല്ല, എനിക്ക് ഞാൻ അതിന്റെ ഒപ്പം കൊണ്ടുവന്നിടാം. ഇത്തിരി മുന്നിലേക്ക് പോട്ടെ, നിർത്ത്. ഇനി അത് തട്ടാ പുറത്തിറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല, ഉറപ്പാണ്. ഇങ്ങനൊരു സംശയം ഇല്ലേ? ഫുള്ള് തിരിച്ച് ലെഫ്റ്റിലേക്ക്, വണ്ടി വിടരുത്. ലെഫ്റ്റിലേക്കല്ലേ നമുക്ക് ഇറങ്ങേണ്ടത്? പുറയുന്ന വണ്ടി വല്ലതും ഉണ്ടോ? ഉറപ്പല്ലേ? ഇറക്കാവുന്ന എത്രയൊന്ന് ഇറക്കിക്ക് പതിയെ, ബ്രേക്ക്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങും തോറും ഈ സാധനം മാറിക്കൊണ്ടിരിക്കണം നമ്മുടെ അവിടുന്ന്. കോൺസ്റ്റന്റ് ആയിട്ട് അത് അവിടെ നിൽക്കരുത്, അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കണം. ആ തടസ്സം എന്തുവാണോ അത് മൂവ് ആവുന്നുണ്ടോന്ന് പതിയെ പതിയെ ഇറക്കി നോക്കിക്കാം. മൂവ് ആവുന്നില്ലേ? ഇല്ലേ? അങ്ങനെ പതിയെ പതിയെ ഇറക്ക്. അത് ആ കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അതായിട്ട് ഇടിക്കില്ല. കാരണം നമ്മുടെ വണ്ടി പകുതിയോളം പുറത്തിറങ്ങിയതേ കണ്ട, ഇറങ്ങി പോകാൻ പറ്റും. ഇനി അതെല്ലാം സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടെ പുറകോട്ട് എടുത്ത് നിക്കട്ടെ, ബ്രേക്ക് ചെയ്ത് വീലം നേരെ ആക്കിക്കേ, ഒന്നുകൂടെ നേരെ ആക്കിക്കേ. ഓക്കെ ആണോ? ഒന്നുകൂടെ പുറകോട്ട് ഇറക്കിക്കേ, മതി, നിർത്തും. ഒന്നുകൂടെ ഇറക്കിക്കേ, ഇത്തിരിടുവാ, ഇത്തിരിടുവാ, വരട്ടെ വരട്ടെ വരട്ടെ, നിക്കട്ടെ നിക്കട്ടെ. നമ്മളിങ്ങനെ ഒരു തടസ്സം കണ്ടിട്ടല്ലേ വണ്ടി പാർക്ക് ചെയ്യാൻ പോണത്? ഉറപ്പല്ലേ? അത് പെട്ടെന്ന് വന്നതല്ലല്ലോ. നമ്മളിത് കണ്ടിട്ട് അവിടെ കൊണ്ട് വണ്ടി നിർത്താൻ പോകുന്നത്. അതിന്റെ മിനിമം ഒരു ഹൈറ്റ് ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത്, ഒരു അറിയാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു മുട്ടിന്റെ ഹൈറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത്, ഓക്കെയാണോ? ആ ഒരു ഹൈറ്റിൽ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിക്കുക, അത് മറയുന്ന സ്ഥലത്ത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അത് അവിടെ ഒരു കമ്പി ഇങ്ങനെ വളഞ്ഞു നിൽപ്പില്ലേ, അതൊരു ഏകദേശം ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബോണറ്റിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ ഏകദേശം. അത് മറയുന്നത്ര എന്തോ മാത്രം മുന്നിലേക്ക് ഒന്ന് പൊഞ്ചെന്ന് പറഞ്ഞാ ബ്രേക്ക്. ഓക്കെ ആണോ? ഇനി നമുക്കൊരു 8 അടിയോളം സ്ഥലം മുന്നിലുണ്ട്. ഞാൻ ഒരു ഏകദേശം ധാരണ പറയാം. ഇപ്പൊ നമുക്ക് അറിയില്ല, നമുക്ക് ഇങ്ങനെ അളന്ന് കുറിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഈ വണ്ടിയുടെ മുൻഭാഗം എത്ര ഉണ്ടെന്ന് അറിയില്ല. അത് മറിഞ്ഞെടുത്ത് നമ്മൾ നിർത്തി. ഓക്കെ ആണോ? ഫുള്ള് ലെഫ്റ്റ് തിരിച്ച്. ഓക്കെ, ഇനി ഒന്ന് പുറത്തിറക്കി നോക്കിക്കേ, തട്ടാതെ ഇറങ്ങിപ്പോയിക്കോളും. കാരണം എന്താ പറയാ, അവിടെ അത്ര സ്ഥലം കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു ഏകദേശം ധാരണ പറഞ്ഞില്ല, ഒരു 8 അടിയോളം സ്ഥലം അവിടെ ഉണ്ടാവുമെന്ന്. അത് മനസ്സിൽ വിചാരിച്ചോണം. അവിടെ അത്രയും സ്ഥലം കിടക്കുമ്പോ ഒരിക്കലും ഈ വണ്ടി മുന്നിലേക്കല്ല പോണത്, നമ്മൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. ധൈര്യമായിട്ട് ഇറങ്ങി പോകുമെന്ന് തന്നെ വിചാരിച്ചോണം. ഓക്കെയാണ്? മുന്നിലൊരു കാറാ കിടക്കുന്നെങ്കിൽ അതിന്റെ ബമ്പർ വച്ചോണം അടയാളമായിട്ട്. ആ ബമ്പർ മറിഞ്ഞെന്ന് തോന്നിയാൽ പിന്നെ മുന്നിലേക്ക് ചെല്ലരുത്. പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാലും പുറത്തേക്ക് തിരിച്ചിറക്കുമ്പോ അതിന്റെ ബമ്പർ നമ്മുടെ കണ്ണിൽ നിന്ന് വീണ്ടും മറയുന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ചെല്ലരുത്. ഒന്നുകൂടെ പുറകോട്ട് എടുത്തേക്കണം, എന്നിട്ട് ഒന്നുകൂടെ ഇറക്കിക്കൊണ്ട് പോയേക്കണം. ഇപ്പൊ നമുക്ക് അതേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും ഈ വണ്ടിയുടെ നീളത്തെ പറ്റി. അപ്പൊ നമുക്ക് അറിയാം ഇത് മുട്ടുവോ ഇല്ലയെന്ന്. ഇപ്പൊ നിലവിൽ അറിയില്ല. ഇപ്പൊ ഓരോന്നും ജഡ്ജ് ചെയ്ത് കണക്കൂട്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് സമയം വേണ്ടി വരും, സമയം എടുത്തോണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല. അല്ലാതെ ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാ ഞാൻ ഇത്ര ആലോചിക്കത്തൊന്നുമില്ല, ഗിയർ ഇട്ടിട്ട് ചിലപ്പോൾ വണ്ടി ഇറക്കിക്കൊണ്ട് പോകും. മാഡത്തിനെ കൊണ്ട് അത് പറ്റില്ല. മാഡത്തിന് കുറച്ചുകൂടെ സമയം വേണം. അപ്പം മാഡം തട്ടുവോ മുട്ടുവോ എന്ന് നോക്കി തന്നെ വണ്ടി പുറത്തിറക്കണം. തട്ടുമെന്ന് തോന്നിയാൽ ഒന്നുകൂടെ ഓപ്പോസിറ്റ് തിരിച്ചൊന്ന് പുറകോട്ട് ഇറക്കി ഒരു അടി ഇറക്കിയാൽ മതി, വീണ്ടും സ്ഥലം കിട്ടും. അപ്പൊ ഇവിടെ തട്ടുന്നുണ്ടെന്ന് തോന്നിക്കോ, ഫുള്ളൊന്ന് ഓപ്പോസിറ്റ് തിരിച്ച്, എന്നിട്ടൊന്ന് റിവേഴ്സ് ഇട്ട്. ഓക്കെ ആണോ? ഫുള്ള് തിരിഞ്ഞ ഓക്കെ. എന്നിട്ട് നോക്കിക്കേ, പുറകോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു അടിയെങ്കിൽ ഒരടി ഒന്ന് പുറകോട്ട് ഇറക്കിക്കേ, നിക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു അടി പുറകോട്ട് ഇറങ്ങി, ആ ഒരു അടി ഇനി മുന്നിലേക്ക് പോകാൻ പറ്റും. ശരിയല്ലേ? കാരണം നമ്മൾ അത്ര ഇറക്കി. ഫുള്ള് വീണ്ടും ഓപ്പോസിറ്റ് തിരിച്ച്. എവിടെയെങ്കിലും ഒരു സംശയം തോന്നി, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഡ്രൈവിലേക്ക് ഇട്ടെ. ആ ഒരു അടി സ്ഥലം നമ്മുടെ മുന്നിലുണ്ട്, ഇപ്പോഴും മുന്നിൽ. ഇറങ്ങാൻ പറ്റുമോ നോക്കണം വീണ്ടും. കണ്ട, ആ ഒരു അടി എടുത്തപ്പോ തന്നെ വണ്ടി പുറത്തു വന്നു. ശരിയല്ലേ? നമ്മൾ എത്ര ഇറക്കിയോ അത്രയും മുന്നിലുണ്ട് ഇനിയെന്ന ഒരു ധാരണ നമുക്ക് കിട്ടും. ഇവിടെ തട്ടുമെന്ന് തോന്നിയപ്പോ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് പുറകോട്ടൊന്ന് ഇറക്കി. നമ്മൾ ഇറക്കി അത്രയും സ്ഥലം മുന്നിൽ വീണ്ടും വന്നു എന്ന കാര്യം ഉറപ്പാണ്. കാരണം ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തു പുറകിലേക്ക്. അപ്പൊ വീണ്ടും അത്രയും തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. വീണ്ടും അങ്ങനെ തിരിച്ച് എപ്പോൾ പുറത്ത് കിട്ടുന്നോ അതുവരെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാഡത്തിന് തന്നെ ഒരു കോൺഫിഡൻസ് വരും. വണ്ടി പുറത്താവുന്നവരെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും പുറത്ത് വന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് പിന്നെയും പുറത്തിറക്കണം, പുറകോട്ട് ഇറക്കണം.
വീണ്ടും സെയിം സൈഡ് തിരിച്ചിട്ട് ഒന്നുകൂടെ മുന്നോട്ട് ഇറക്കണം. അപ്പൊ കുറച്ചുകൂടെ അകന്നു വരും. ചിലപ്പോൾ ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും വണ്ടി അതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുന്നത് നമുക്ക്. മതി, അത്രയും സമയം എടുക്കണം. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾ പുറത്തുണ്ടാവണം. അതിപ്പോ ഒരു 10 പേര് പോകുന്നത് ഒരാൾ വന്നിട്ട് പറയും ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറയും. അപ്പോഴേ കണ്ണും പൂട്ടി ഇറക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇറക്കരുത്. അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്തോണ്ടിരുന്നോണം. പുറത്തുനിന്ന് ഒരാൾ സഹായിക്കാൻ വരുമല്ലോ. 5 പേര് പോകുമ്പോൾ ചിലപ്പോൾ ഒരാൾ വന്നേച്ച് പറയും മോളെ തട്ടത്തില്ല, നീ ഇറക്കിക്കോ എന്ന് പറഞ്ഞാൽ ഇറക്കിക്കോണം. അപ്പോഴും നമുക്കൊരു വിശ്വാസം വേണം, ഇത് നോക്കണം, തട്ടുവോ ഇല്ലേ എന്ന് നോക്കിയിട്ടേ ഇറക്കിക്കൊണ്ട് പോകാവുള്ളൂ. ഇനി പോട്ടെ, പുറത്തിറങ്ങട്ടെ. വേറെ ചുറ്റിനും വണ്ടി ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടാ. എന്ത് ചെയ്യുന്ന കട? ടീച്ചറാ? ഇവിടെ ഒന്ന് ഒതുക്കി നിർത്തണേ. ആ പോസ്റ്റിനൊപ്പം ഒന്ന് കൊണ്ടുപോയി നിർത്തണേ. പോസ്റ്റിന്റെ സൈഡ് ഒതുക്കണ്ട, നേരെ പോസ്റ്റിന്റെ അടുക്കലൊന്ന് കൊണ്ട് നിർത്തിയാൽ മതി. പോസ്റ്റിന്റെ ഇത്തിരി സൈഡിൽ വിട്ട് പോയി നിർത്തും. ഇങ്ങനെ ചെന്നാൽ എന്ത് പറ്റും? തട്ട് കിട്ടുമെന്ന് തോന്നണ്ട. അപ്പൊ അങ്ങോട്ട് ചെല്ലരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം നിങ്ങൾക്ക് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് ഇനി വണ്ടി കൊണ്ടുചെല്ലാവുള്ളൂ. ഇവിടം വരെ എത്തിച്ചു, എന്നിട്ടൊന്ന് നിന്നൊന്ന് നോക്കണം. ഇനി തട്ടുവോ മുട്ടുവോ എന്ന് അറിയണം. മാറ്റണമെങ്കിൽ മാറ്റിക്കോണം. മുട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ ഇത്തിരി കൂടെ മാറ്റിക്കൊണ്ടേ ചെല്ലാം. ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോയാൽ മതി. മുട്ടുമെന്ന് തോന്നണ്ട, ഒരു ചെറിയൊരു മാറ്റില് അതേ അത്രേ ഉള്ളൂ. വണ്ടി മാറുന്നെന്ന് ഉറപ്പാണ്. കണ്ടാ, അതിന് മുന്നിലേക്ക് ചെല്ലും. അകലം കൂടുതലാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കാവുള്ളൂ. അകലം കൂടുതലാണെന്ന് തോന്നിയാൽ മാത്രം വണ്ടി ഇങ്ങോട്ട് വിട്ടു കൊടുക്കാവുള്ളൂ. കണ്ടാ, ഇങ്ങനെ നോക്കി കൺഫേം ചെയ്ത് ഇറക്കിയാൽ മതി. അതിന് ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കുമായിരിക്കും. 1 മണിക്കൂർ എടുക്കണം. ഇവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ടില്ലാക്കി ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇടണ്ട. നിഴല് ആ സൈഡ് കുറ്റി അടിച്ചു വെച്ചിരിക്കുന്ന അങ്ങോട്ടൊന്ന് ഒതുക്കി നിർത്താനാ. ഒന്ന് റിവേഴ്സ് ഇട്ടിട്ടൊന്ന് പാർക്ക് ചെയ്ത അവിടെ. എങ്ങനെ കൊണ്ടിടും? ഇവിടെ എന്തോ തടസ്സമുള്ളേ? ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ പോസ്റ്റ് കഴിയുന്നത് വരെ ഈ വണ്ടി തിരിച്ചാൻ എന്ത് പറ്റും? അത് ആ സൈഡിലോട്ട് ആയിക്കൊണ്ടിരിക്കും. പോസ്റ്റായിട്ട് ഇടിക്കും. ശരിയല്ലേ? അപ്പൊ പോസ്റ്റ് കടക്കുന്നവരെ ഈ വണ്ടി മര്യാദക്ക് കൊണ്ടുപോകും. പോസ്റ്റിന്റെ അടുക്ക പോകാതെ സ്റ്റിയറിംഗ് നോക്കരുത്. ഇവിടെ നോക്ക്, ഈ ഒരു ബോഡി കണ്ടല്ലോ, ബോഡി പോസ്റ്റിന് നേർക്ക് പോകരുത്. ഞാൻ നിന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇങ്ങനെ വരരുത്. പോസ്റ്റിന് നേർക്ക് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെയാണോ? അങ്ങനെ ഒന്ന് പാസ് ചെയ്ത് നിർത്തി പോയാൽ മതി. പോസ്റ്റിന്റെ നേരെ അല്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് അങ്ങനെ തന്നെ പോട്ടെ. ശരിയല്ലേ? വരട്ടെ. ഇനി ഒന്ന് നിർത്തിക്കേ. പോസ്റ്റിന്റെ ഒപ്പം നമ്മൾ എത്തിയില്ലേ? ഇനി പോസ്റ്റ് ഇടിക്കുവാ. ഇനി ബാക്ക് ഇടിക്കുവോ? ഉറപ്പല്ലേ? അപ്പൊ ഇനി ചരിയാൻ തുടങ്ങാമല്ലോ എങ്ങോട്ട് പോകണമെങ്കിലും. ഇനി നോക്കിക്കേ, ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഈ സൈഡിലേക്ക്. ഇനി ഈ വണ്ടി ഈ സൈഡിലേക്ക് വരണം. നിർത്തി തിരിക്കരുത്. വണ്ടി വരും തോറും ഈ ബാക്ക് ഇങ്ങനെ നമുക്ക് പോകേണ്ട വശത്തേക്ക് വരണം. നമ്മൾ നേരത്തെ മതിലിനോട് ചേർത്ത് നിർത്തിയില്ലേ, റിവേഴ്സ് എടുത്ത്, അതുപോലെ പതിയെ നിർത്തി കൊണ്ടുപോവാ. വരുന്നുണ്ടോ? നോക്ക്, കുറച്ചുകൂടെ കൂടുതൽ തിരിക്കും, അപ്പൊ എളുപ്പം വരും. ചരിയുന്നില്ലേ? വരട്ടെ. ഇനി ചരിഞ്ഞാൽ എന്ത് പറ്റും? അതിലായിട്ട് പേടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നേരെ ആക്കണം. ഇനി നേരെ പുറകിലേക്ക് പോകാന്ന് തോന്നുന്ന അത്രയും മാത്രം പോകും. അതായിട്ട് മുട്ടില്ല എന്ന് തോന്നുന്ന അവിടന്മാരെ മാത്രമേ പോവാവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അവിടെ നിൽക്കട്ടെ. മുട്ടില്ല എന്ന് തോന്നുന്ന അത്രയും വരെ നമ്മൾ അടുപ്പിച്ചു. അതായത് ആദ്യം നേരെ കിടന്ന വണ്ടിയെ ചരിച്ച് മതിലിന് നേർക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആക്കിയിട്ട് അതിനോട് മുട്ടത്തില്ല എന്ന് തോന്നുന്ന അത്രയും അടുപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ടാ കയറി കിടക്കേണ്ടത്? ഏത് സൈഡാ വരണ്ട? ഫ്രണ്ട് ഇനി ഇങ്ങോട്ട് വരണം. ശരിയല്ല? അപ്പൊ എങ്ങോട്ട് തിരിക്കണം? തിരിച്ചോ, മുഴുവൻ തിരിച്ചോ. തിരിച്ചാ? ഇനി പതിയെ ഒന്ന് കൊണ്ടുവന്നേ. ഫ്രണ്ട് ഇങ്ങോട്ട് ചേർന്ന് വരുന്ന കാണാം. അപ്പോഴും ബാക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം. പയ്യെ നിർത്തി പോവാ. നിർത്തി കൊണ്ടുപോവാ. നിക്കട്ടെ, ബ്രേക്ക്. വണ്ടി നേരെ ആയാ അനക്കരുത്. മൊത്തത്തിൽ ഒന്ന് നോക്കിക്കേ.
ഇങ്ങനെ ആയെന്നാണ് അത് ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വഴി തെളിഞ്ഞു കിടപ്പുണ്ടാ. ഈ സൈഡ് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാ. അതിനർത്ഥം വണ്ടി നേരെയായിന്നാ. ഒന്ന് ഡ്രൈവ് ഇട്ടെ, ഇത്തിരി മുന്നിലേക്ക് എടുത്തേ. നിക്കട്ടെ നിക്കട്ടെ, തിരിക്കാൻ വളയ്ക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ പിടിച്ചു. അങ്ങോട്ട് തിരിച്ചു പിടിച്ചു, ഒന്ന് മുന്നോട്ട് എടുത്തേ. അവിടെ നിക്കട്ടെ. ഈ മിററിൽ കൂടെ നോക്കി, ഈ വണ്ടി സ്ട്രെയിറ്റ് ആണ്. ഉറപ്പല്ലേ? കാരണം എന്താ, മതിലിന് നേർക്കാ കിടക്കുന്നത്. ആ മതില് ഇങ്ങനെ ഒരു നേരെയായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈ വണ്ടി നേരെയായിട്ടുണ്ട്. ഇനി റിവേഴ്സ് ഇട്ട്, ഇനി നിർത്തി നിർത്തി വന്നുകൊണ്ട് വന്ന് ഈ വണ്ടി നേരെയാകുന്ന എപ്പോഴാണെന്ന് നോക്കിക്കേ. ആയാ ആയാ ന്യൂട്രലാക്ക്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാനാന്ന് വിചാരിച്ചോ? ഇനി എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഇട്. വേറെന്ത് ചെയ്യണം? അല്ല, വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഈ വണ്ടി എങ്ങനെയാ കൊണ്ടുവന്നതിനകത്ത് കൊണ്ടുവന്ന് കയറ്റി വെച്ചത്? തിരിച്ചോണ്ടാ വന്നത്. ആ വീലും കൂടെ നേരെയാക്കി വെക്കണം. ഓക്കെ ആണോ? ഇനി ഇവിടുന്ന് പുറത്തിറക്കണമെങ്കിൽ മുന്നിലേക്ക് ഇറങ്ങണോ സൈഡിലേക്ക് ഇറങ്ങണോ? സൈഡിലേക്ക് ഇറങ്ങാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിലവിൽ അവിടെ മുന്നിലൊരു തടസ്സം നിപ്പുണ്ട്. ശരിയല്ലേ? ആ പോസ്റ്റ് തട്ടാതെ ഇറങ്ങാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടാ? ഉറപ്പല്ലേ? ഞാനവിടെ മുന്നിൽ കയറിയെന്ന് എന്നെ തട്ടാ പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടാ? നോക്ക്, അതും കൂടെ നോക്ക്. ആ മിറർ ഗ്ലാസും താത്തിക്ക്, മുഴുവൻ താത്തി തരും. ഓക്കെ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ എനിക്ക് ഓടി രക്ഷപ്പെടാം. എന്നെ തട്ടാവൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കി, ഞാൻ വിളിക്കാം. ആ വണ്ടി പോട്ടെ. ഞാൻ ഉള്ളത്രയും കാലം ഈ വണ്ടി നേരെ പുറത്ത് വരാൻ പാടില്ല. കാരണം ഞാൻ അവിടെ നിക്കുക. എന്നെ ഒഴിവാക്കണമെങ്കിൽ മുഴുവൻ തിരിഞ്ഞ് തന്നെ പുറത്തേക്ക് വരണം. തിരിച്ചാ മുഴുവൻ ഞാൻ തിരിക്കണം. ഇതൊന്ന് വന്നോ, അപ്പോൾ എന്നെ ലക്ഷ്യം വെക്കണം. നേരെ 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 അങ്ങോട്ടൊന്നും എടുക്കരുത്. ഇങ്ങനെ തന്നെ പതിയെ പതിയെ ഇത് നിർത്തിക്കണം. ഈ സ്ഥലം കണ്ടല്ലോ, മുന്നിലേക്ക് പോയിട്ട് എനിക്ക് റിവേഴ്സ് ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാനായി വണ്ടി. ഓക്കെ, ഒന്ന് മുന്നിലേക്ക് വെക്കും. അതിവിടെ ഞാൻ നിൽക്കുന്നിടത്തൊന്നും പാർക്ക് ചെയ്യാം. മതി. മുന്നോട്ട് 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 ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ലക്ഷ്യമായിട്ട് നിന്നത്. അപ്പൊ ഈ വണ്ടി പുറകോട്ട് വരുന്തോറും എന്റെ അടുത്തേക്ക് ഈ വണ്ടി വരണം. എന്റെ നേർക്കല്ല, എന്റെ അടുത്തേക്ക് ചരിയണം ഈ വണ്ടി. എങ്കിലേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വണ്ടി പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയല്ല അങ്ങനെയല്ല. എന്നെ മിററിൽ കാണാമല്ലോ, കാണാമായിരുന്നല്ലോ. ശരിയല്ലേ? ഞാൻ മിററിലുള്ളത്രയും കാലം എന്റെ അടുത്തേക്ക് ഈ വണ്ടി വരണം. നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എവിടം വരെ വരണവേ? അങ്ങനെയല്ല, ഈ ബോഡി എന്റെ നേർക്ക് വരണം. മിററിൽ നോക്കുമ്പോ ഞാൻ ആ ലക്ഷ്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്റെ നേർക്കാണ് ഈ വണ്ടി വരണം. ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ടത്, ഒന്ന് ഇറങ്ങി വന്നേ. റോട്ടിൽ തന്നെ ആണല്ലോ അല്ലേ? കുഞ്ഞാകത്തിരിക്കുന്നു. വരട്ടെ, ഇനി എന്നീ വണ്ടി ഇടിക്കില്ല. ഓക്കെ, ഞാൻ കടന്നു. ഇനി എന്തോ നോക്കേണ്ടത്? ഇനി ആ കുറ്റി, അതിലേതെങ്കിലും ഒരു കുറ്റിയോട് ചേർത്ത് ഇതുപോലെ കൊണ്ടുപോവാം. കുറ്റിയുടെ അടുത്തേക്ക് വരണം ഈ വണ്ടി. അങ്ങോട്ടാണോ വരുന്നത്? മൊത്തം തിരിക്കണ്ട, തിരിച്ചിട്ട് നോക്ക് വണ്ടി വരുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ വീണ്ടും തിരിക്കും.
പോവല്ലേ? ആവാ. ഉറങ്ങിപ്പോയാ? നോക്കിക്ക് അടുത്താണോ വരുന്നത്? അല്ലെങ്കിൽ മാത്രം തിരിക്കും. ഇനി അതിനോട് പോകാവുന്ന അത്രയും മാത്രം അടുത്ത് പോകാം. ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഇല്ല, ഇന്നടുത്ത് അവിടെ നിർത്തി. ബാക്ക് ഇപ്പൊ നമ്മൾ സേഫ് ആക്കി സൈഡിലാക്കി. ഓക്കെ, ഇനി എവിടെ ഇനി എന്താ ചെയ്യാനുള്ളത്? ആ ഫ്രണ്ടും കൂടി ഇവിടെ വരണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ബാക്ക് നമ്മൾ മിററിൽ നോക്കി തപ്പി 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 ഇവിടം വരെ എത്തിച്ചു. ഇനി ഫ്രണ്ടിനെ കൂടെ ഇങ്ങോട്ടൊന്ന് എത്തിച്ചാൽ മതി. അതിനെന്ത് ചെയ്യണം? അങ്ങോട്ട് തിരിച്ചാൻ തോറ്റും. കുറച്ചും കൂടി അങ്ങോട്ട് പോകും. ഒന്ന് തിരിച്ച്, മുഴുവൻ തിരിച്ച്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ മുഴുവൻ തിരിക്ക്. ഒന്ന് നോക്കിക്ക്, വരുന്നുണ്ടാ? അത് ബാക്ക് അല്ലേ? ബാക്ക് നമ്മൾ അറേഞ്ച് ചെയ്തല്ലോ. ഈ സംഭവമാണ് ഫ്രണ്ടാണ് ആ സൈഡിലോട്ട് ആക്കിയത്. ഫുള്ള് തിരിക്ക്. ഓക്കെ, തിരിച്ചാ? ഇനി ഒന്ന് പതിയെ കൊണ്ടുപോവാ, പതിയെ കൊണ്ടുപോവാ. ഇനി മിററിൽ പാരലാവുമ്പോ വണ്ടി ആയാ അവിടെ നിർത്തിക്കോ, നോട്ടിലാക്കിക്കോ. ഓക്കെ, വീല് നേരെയാക്കി വെച്ചു. ഓക്കെ ആണോ? ഇനി ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടെ ഇവിടെ വന്ന് കയറുവാ. ഞാൻ ഇവിടെ ഇരിക്കാം. എന്നെ നോക്കി ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഡ്രൈവിലേക്ക് മാറും. ഇങ്ങോട്ടില്ല. വട്ടം കറക്കരുത്. വണ്ടി അവിടം വരെ സ്ഥലമുണ്ട്. ആ പോസ്റ്റിന്റെ അടുക്ക എത്തുന്ന വരെ സമയമുണ്ട്. നോക്ക്, ആ പോസ്റ്റിന് നേർക്ക് പോകരുത്. പോസ്റ്റിന് നേർക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നേരെ പോയാൽ എന്ത് പറ്റും? പോസ്റ്റ് ഇപ്പൊ വണ്ടിയായിട്ട് എങ്ങനെ നിൽക്കുന്നത്? വണ്ടി ഇതാണ് ഇങ്ങനെയാ നിൽക്കുന്നത്. അങ്ങനെ എന്നാ എന്ത് പറ്റും? അതായിട്ട് ഇടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ്. അങ്ങനെ ഇത്തിരി അകത്തി കൊണ്ടല്ലേ ഇനി അകലാണ്. അങ്ങനെ കണ്ടാ? ഓക്കെ, അകത്തിക്കൊണ്ട് തന്നെ ഇരിക്കരുത്. അകന്നാ പിന്നെ അങ്ങനെ തന്നെ ചെന്നു തട്ടാത്ത രീതിയിൽ. കണ്ടാ? ഇനി അത് ഇടിച്ചില്ല. ഇനി എവിടെ നോക്കണം? ഇനി അങ്ങോട്ടോട്ടാക്കണം. ഇനി നമുക്ക് പോകേണ്ട വഴിയിലേക്ക് നിർത്തിത്തിരിക്കരുത്. പോകും തോറും നമ്മുടെ പോണ വഴിയിലേക്ക് കൊണ്ടുപോകാം. നിർത്തി കൊണ്ടുപോകാം. വന്നില്ല, നിർത്തി കൊണ്ടുപോകാം. വണ്ടി ഇപ്പൊ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വഴിയിൽ വന്നിട്ടില്ല. നമ്മുടെ വഴിയിൽ ഇവിടെയാ. എളുപ്പം തിരിച്ചു നിർത്ത്. ഇപ്പൊ ഈ സൈഡ് ഓക്കെയാണ്, നമുക്ക് ഇത്രയും കാണാം. കണ്ടാ? ഇനി ആ സൈഡാ ശ്രദ്ധിക്കേണ്ടത്. നോക്കി പോ. അവിടെ മുട്ടുവോ തട്ടുവോ എന്നൊക്കെ നോക്കി ഇറങ്ങും. നിർത്ത്. വണ്ടി നേരെയാകാൻ എങ്ങനെ അറിയും? ഇതില് നോക്കിട്ട് അതാ കുറേ നേരെ ബാക്കിലേക്ക് നോക്കിക്കാൻ മതി. നിർത്ത്. കണ്ടാ? അപ്പോഴാ വണ്ടി നേരെയായത്. ഇനി വീല് നേരെയാക്ക്. ഓക്കെയാണോ? ഇനി എനിക്ക് ഇവിടെ സൈഡ് ഇങ്ങനെ ചേർത്ത് പാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തേ കൊണ്ടുവന്നു.
കരികിലയുടെ മണ്ടയ്ക്കൊന്നും കയറ്റണ്ട, ഇവിടെ തന്നെ റിവേഴ്സിൽ നിന്ന് പാർക്ക് ചെയ്താൽ മതി. വണ്ടി അനങ്ങും തോറും ഈ ബാക്ക് അങ്ങോട്ട് വരണം. അങ്ങനെ കണ്ടോ? വന്നു നിർത്തി അവിടെ വന്നു. ബാക്ക് നമ്മൾ ഉദ്ദേശിച്ച അവിടം വരെ എത്തിച്ച്, പിന്നെ ഫ്രണ്ടും കൂടെ എത്തിക്കണം അവിടം വരെ. അപ്പൊ പുറകോട്ട് പോകുന്നവരും വിട്ടു കൊടുക്കണം. കാരണം ഇനി കുറേ ചെല്ലാൻ സ്ഥലമുണ്ട്. സമാധാനമായിട്ട് വണ്ടി ഓടി തുടങ്ങിയിട്ടില്ല, ഓടത്തെ. കാരണം അത്ര ഏരിയ നമുക്ക് കിടപ്പുണ്ട്. സ്ഥലമില്ലെങ്കിലാണ് നമ്മൾ നിർത്തി ഫുള്ള് തിരിച്ചിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ വരെ ഓടി വരാൻ സ്ഥലമുണ്ട്. ഓക്കെയാണ്? ഓക്കെയാണ്. കുറച്ചുകൂടി ഇവിടെ ചേർത്ത് ബാക്കൊന്ന് ചേർത്ത് ചേർന്നാ ഇതിലൂടെ ചേരാനുണ്ടോ? ഫ്രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൂടുതൽ തിരിക്കും. അവിടെ ആയിക്കട്ടെ. ചെയ്യാൻ പറ്റുമോ ഇത്? ഉറപ്പാണ്? ഇവിടെ പുറത്തിറങ്ങും. അങ്ങ് വരെ പോണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. എടുത്തോട്ട് കൊണ്ടുപോകാം. നമുക്ക് കാണാവുന്ന ഇടത്ത് വശം എടുത്തോട്ടേ റോഡിലേക്ക് അല്ല ഉള്ള. കണ്ട, നമ്മൾ നമ്മുടെ മാക്സിമം ലെഫ്റ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി പയ്യെ നേരെയാക്കി വാ. ഓക്കെയാണ്? ഫ്രണ്ട് ചേർക്കുന്നില്ലേ, അതുപോലെ അതിനോടൊന്ന് ചേർത്തൊന്ന് കൊണ്ടുപോയി നോക്കിയാൽ കഴിഞ്ഞു. കണ്ടാ, ഇതിൽ കൂടുതൽ എടുക്കരുത്. അങ്ങനെ വലിയ വണ്ടി വരുമ്പോഴാണെങ്കിൽ ഒന്ന് വേഗത കുറച്ചിട്ട് പതിയെ ഇത്തിരി വിട്ടു കൊടുക്കാവുള്ളൂ. അവിടെ ഒരിക്കലും മാക്സിമം സൈഡ് കൊടുക്കരുത്. അത് എമർജൻസിക്കാ. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ മാക്സിമം സൈഡിലേക്ക് ഒതുങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ ഒതുങ്ങി കൊടുക്കരുത് കേട്ടാ. പിന്നെ അവിടെ തട്ടുമെന്നൊരു പേടി തോന്നിയാൽ ഞാൻ പറയില്ല, ആ സ്ഥലം നമ്മുടെ സെന്റർ ആകുന്ന രീതിയിൽ കാണുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ. അതിന്റെ എഡ്ജ് എന്താണോ അത് നമ്മുടെ സെന്ററിൽ കാണുന്ന രീതിയിൽ സൈഡ് കൊടുക്കാവുള്ളൂ. അവിടെ സൈഡ് അതിന്റെ ആ കുട്ടികൾ കണ്ടല്ലോ, അത് നമ്മുടെ സെന്ററിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഓടിച്ചു പോയിക്കുക. അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ക്ലാസിന്റെ സെന്ററിലായിരിക്കും കാണേണ്ടത്. അവരെ നോക്കിയിരിക്കാതെ ഇവിടെ നോക്കുന്നത്. ഈ കുട്ടികൾ കണ്ട ഇപ്പൊ എവിടെയാ കാണുന്നത്? ഈ ക്ലാസിന്റെ സെന്ററിലല്ലേ കാണുന്നത്. ഇത്രേ ഉള്ളൂ, ഈ അകലെ എടുക്കാവുള്ളൂ. ഓക്കെ, അത് ഇത്ര സ്ലോ ചെയ്താലേ മെമ്മറിയിൽ വരത്തുള്ളൂ. ഒന്ന് സ്ലോ ചെയ്തിട്ട് അത് സെന്ററിലാകുന്ന രീതിയിൽ അടുപ്പിച്ചോണം. സെന്ററിനെ ക്രോസ് ചെയ്താൽ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കും. ഓക്കെ, ജസ്റ്റ് സെന്ററിന് അടുക്ക വരെ, ഈ ഗ്ലാസിന്റെ സെന്ററിന് അടുക്ക വരെ കാണുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമുക്ക് എവിടെയാണ് ബ്ലോക്ക് ഉണ്ടാക്കേണ്ടത് പറഞ്ഞോളൂ. അവിടെ ഓൾറെഡി ബ്ലോക്ക് ഉണ്ടാകും. ഇവിടെ ഈ തിരക്കിൽ ഇതുണ്ട്. അതിന്റെ ബമ്പർ മറയുന്ന അത്രയും മാത്രമേ മുന്നിലേക്ക് എല്ലാം ഉള്ളൂ. പറഞ്ഞ ആ സാധനം തന്നെ, അത് തന്നെ ഇപ്പോഴല്ലേ മറിഞ്ഞേ? അത്രേ ഉള്ളൂ. 2 വീലറാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അതിന്റെ ആ ബ്രേക്ക് ലൈറ്റിന്റെ താഴ്ഭാഗം കണ്ട, നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന സ്ഥലം. ഓട്ടോറിക്ഷ ആണെങ്കിൽ അതുപോലെ തന്നെ കണ്ട, നമ്മുടെ ഒരു മുട്ടിന്റെ ഹൈറ്റ് കണ്ടിട്ട് ആ വണ്ടിയിൽ എന്താണ് അതുള്ളത് ആ സാധനം മറയുമ്പോൾ നിർത്തിക്കോണം. കാരണം നമ്മുടെ മുട്ടിന്റെ ഹൈറ്റ് ഉണ്ട് നമ്മുടെ ബമ്പറിന്. പോട്ടെ.